ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് 1 കിലോ ചിക്കൻ്റെ പെരട്ടാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പീസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, ഒരു 4-5 സവാള, പച്ചമുളക്, 2 തക്കാളി, മല്ലിയില, കറിവേപ്പില. ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ആവശ്യത്തിന്, എണ്ണ വെച്ചു, കടുക് ആവശ്യത്തിന്, കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഒരുപാട് മൂത്ത് പോകരുത്, കൊച്ചുള്ളി, സവാള ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം നോക്കാം. ഉള്ളിയൊക്കെ വഴഞ്ഞു വന്നിരിക്കുകയാണ്. അടുത്തായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി ചെറുതായിട്ടൊന്ന് വഴക്കാം. നമ്മൾ മല്ലിയില, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. അടുത്തതായി പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ചിലർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കാം. മല്ലിപ്പൊടി, മസാല, ചിക്കൻ മസാല, കുരുമുളക് ഇവ ചേർത്ത് നന്നായി ഇളക്കുക. പൊടികളെയൊക്കെ പച്ചമുളക് പോകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം ചേർത്തെല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കോരി മാറ്റാം. ഞാനിങ്ങനെ കോരി മാറ്റി വറ്റിട്ട് ചിക്കൻ തട്ടുകയാണ് ചെയ്യുന്നത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ തട്ട. ചിക്കന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പെരട്ടായ കാരണം വെള്ളമൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ചേർക്കും. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊന്ന് വേവാൻ വേണ്ടിയിട്ട് അരച്ച് വെക്കാം. ചിക്കനൊരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ചിക്കനകത്ത് വെള്ളം ഉണ്ടോ? ഇനി നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചേരുവകൾ ചേർക്കാം. വെള്ളം ഒന്നുകൂടി ഒന്ന് പറ്റിക്കാം. നമ്മൾ കിഴക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മൂടി മൂടി വെക്കാം. ഇതിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില, കറിവേപ്പില ഇത് ഇതിന് കലാപരമായിട്ടൊക്കെ ഒരുക്കാം. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ചിക്കൻ പെരട്ട് ആക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.